തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വൻ സ്വീകരണമൊരുക്കി അനന്തപുരിയിലെ പൗരാവലി. തലസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നയരേഖയും ചടങ്ങിൽ സ്ഥാനാർത്ഥിക്ക് കൈമാറി. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായി വന്നതോടെ തലസ്ഥാനത്തിന്റെ വികസന മോഹങ്ങൾക്കും ചിറക് വയ്ക്കുകയാണ്. അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സുഹൃത്ത് സംഗമത്തിലും അലയടിച്ചത് ഇതേ വികാരം. പ്രധാനമന്ത്രിയുടെ വിഷൻ രാജ്യത്തെ മാറ്റിയതുപോലെ തലസ്ഥാനത്തിനാവശ്യം സമഗ്രമായ വികസന കാഴ്ചപ്പാടാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. അത് പൊഴിയൂര് പോയ തീരദേശത്തെ കടലാക്രമണം ആണോ, തിരുവനന്തപുരത്ത് രാജാജി നഗറാണോ, ടെക്നോ പാർക്കിന്റെ എക്സ്പാൻഷൻ ആണോ, ഇന്നോവേഷൻ ഇക്കോസിസ്റ്റമിന്റെ ലാക്ക് ഓഫ് ഗ്രോത്ത് ആണോ, ടൂറിസമിന്റെ ഒരു പയനിയറിംഗ് സിറ്റി ആയ തിരുവനന്തപുരം ഇന്ന് ഫോറിൻ ടൂറിസ്റ്റ് ആരും ഇവിടെ വരുന്നില്ല. ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കൊരു വിഷൻ വേണം, നമുക്കൊരു പെർസ്പെക്റ്റീവ് വേണം, നമുക്കൊരു ലോങ് ടേം മീഡിയം ടേം പ്ലാൻ ഉണ്ടാക്കണം എന്ന് അതിൽ ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് ചെയ്യണം. തലസ്ഥാനത്തിന്റെ MP ആക്കേണ്ടത് വിശ്വപൗരന് പകരം നാടിനോട് സ്നേഹമുള്ള പൗരനാകണമെന്ന് ജനം TV MD ചെങ്കൽ S. രാജശേഖരൻ നായർ പറഞ്ഞു. അതേപോലെ ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ അനന്തപുരിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ളത്. ആദ്യമായിട്ട് മൊബൈൽ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത വ്യക്തി, അല്ലാതെ കവിത എഴുതിയും ലോകം മൊത്തം ചുറ്റും വിശ്വപൗരനും അവരെല്ലാം നമുക്ക് വോട്ട് കൊടുക്കേണ്ടത്. തിരുവനന്തപുരത്തിന്റെ വികസന പ്രതീക്ഷകൾ എണ്ണമിട്ട് നിരത്തി അനിൽകുമാർ പണ്ടാല തയ്യാറാക്കിയ വിഷൻ ഡോക്യുമെന്റും സുഹൃത്ത് സംഗമത്തിൽ സ്ഥാനാർത്ഥിക്ക് കൈമാറി. സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് KP കൈലാസനാഥപിള്ള, M. ഗോപാൽ തുടങ്ങി തലസ്ഥാന നഗരിയിലെ പ്രമുഖരും കവടിയാർ ഉദയ് പാലസ് ഹോട്ടലിൽ നടന്ന സുഹൃത്ത് സംഗമത്തിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.